പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുമ്പോൾ സംസ്ഥാനത്തെ ഹോട്ടൽ വ്യവസായം നേരിടുന്ന കടുത്ത പ്രതിസന്ധി മാറ്റമില്ലാതെ തുടരുകയാണ്. മിക്ക ചെറുകിട ഭക്ഷണശാലകളും ഇതിനോടകം തന്നെ അടച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ഹോട്ടലുകൾ വിറക് അടുപ്പുകളിലേക്ക് മാറിയിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് ചേതൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പാരഗൺ ഹോട്ടലിലാണ്. പാരഗൺ ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് ബിരിയാണിക്ക് വളരെ ഫേമസ് ആയ ഹോട്ടലുകൾ ഒന്നാണ് കോഴിക്കോട്ടെ പാരഗൺ ഹോട്ടൽ. ഇപ്പോൾ നമുക്കറിയാം, രാജ്യത്ത് കടുത്ത ഊർജ്ജ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യമാണ്. എവിടെയും വാണിജ്യ സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവ് തന്നെയാണ് കാണാറുള്ളത്. പ്രധാനമായും ഈ വിഷയം ബാധിച്ചിരിക്കുന്നത് ഹോട്ടൽ വ്യവസായത്തെ തന്നെയാണെന്ന് ഒരു തർക്കവുമില്ല. പല ചെറുകിട ഹോട്ടലുകൾ ഇപ്പോൾ പൂട്ടലിൻ്റെ വക്കുകളിലാണ്. പല ഹോട്ടലുകളും പൂട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ പാരഗൺ ഹോട്ടലിൻ്റെ നടത്തിപ്പിലെ ഈ പ്രതിസന്ധി, ഊർജ്ജ പ്രതിസന്ധി എങ്ങനെ ബാധിച്ചെന്ന് നമുക്ക് ഈ ഹോട്ടലിലെ ജനറൽ മാനേജറായ രതീഷിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. എങ്ങനെയുണ്ട് ഈ ഊർജ്ജ പ്രതിസന്ധി, നിങ്ങളെ എങ്ങനെയാണ് ബാധിച്ചത് കച്ചവടത്തെ? സാർ, നമുക്ക് കച്ചവടത്തിലെന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ ടൈം കൂടുതലെടുക്കും. മുമ്പത്തെ പോലെ ഗ്യാസിനെ പോലെ അത്രയും ഫാസ്റ്റായിട്ടുള്ള ഒരു കുക്കിംഗ് പ്രോസസ്സ് നടക്കുക. രണ്ടാമത് സാധനങ്ങളുടെ ലഭ്യത വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ട് സർവ് ചെയ്യുന്നത്, നമ്മൾ തന്നെ ഇതിന് വേണ്ടിയിട്ട് ചിരട്ടയും ബാക്കി വിറകുകളൊക്കെ അടുപ്പ് വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി. നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു സാധനം ബിരിയാണിയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഗ്യാസിൻ്റെ കൺസപ്ഷൻ മാറ്റിയിട്ട് നമ്മൾ ചിരട്ടയിലും വിറകുകളിലൊക്കെ ആക്കി. വിറക് തന്നെ കിട്ടാനുള്ള ലഭ്യത വളരെ ഡിമാൻഡാണ്, കിട്ടുന്നില്ല അങ്ങനെ പെട്ടെന്നൊന്നും. കാരണം നമ്മൾ എത്ര സിലിണ്ടർ വേണം? നമുക്ക് മുമ്പ് ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു 7 സിലിണ്ടറൊക്കെ പോകണമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്കൊരു 4.5 ആവറേജ് കൺസപ്ഷനായിട്ട് വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള സാധനങ്ങൾ അതിന് പകരം പ്രൊക്യൂർ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതും വളരെ ഡിഫിക്കൽട്ടാണ്. കിട്ടുന്നില്ല. അതിന് ചിരട്ട നോക്കിക്കഴിഞ്ഞാലും കിട്ടാൻ ബുദ്ധിമുട്ടാണ്, വിറക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലായിടത്തും ഇതിന് ഡിമാൻഡായിട്ട് ഇപ്പോൾ വരികയാണ് പബ്ലിക്കിൽ നോക്കുമ്പോൾ തന്നെ. ഈ വിറകടുപ്പായതുകൊണ്ട് സ്വാഭാവിക സമയമൊക്കെ എടുക്കില്ല. അപ്പം അതെ, വിറകടുപ്പായതുകൊണ്ട് സമയം കൂടുതലെടുക്കും. സ്റ്റാഫുകളെല്ലാം അതിൽ അത്രയും എക്സ്പീരിയൻസ്ഡല്ല ഈ വിറകടുപ്പിൽ നിന്ന് കുക്ക് ചെയ്തിട്ടൊക്കെ. കുറേ സ്റ്റാഫുകളൊക്കെ ഇത്രയും വർഷങ്ങളിലും ഈ ഗ്യാസൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. സഡനായിട്ട് ഈ വിറകടുപ്പിലോട്ടാകുമ്പോഴും അവർക്കും പുകയും അതിൽ വർക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയറും ഹോട്ടലിനെ സംബന്ധിച്ചോളം കുറച്ച് ബുദ്ധിമുട്ടാണത്. പിന്നെ കിച്ചൻ്റെ ആണെങ്കിൽ നമുക്കിപ്പം പഴയ കാലത്ത് കരിയും കാര്യങ്ങളൊക്കെ മേളിലേക്ക് പിടിക്കുന്നുണ്ട്. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവേണ്ടി വരും. മുമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. ഇതൊക്കെ ഈ ഒരു ഇഷ്യൂസൊക്കെ വരുന്നുണ്ട് ഫർദറായിട്ട് നോക്കുമ്പോൾ. നമുക്ക് എത്ര ഈ സാമ്പത്തികമായി നിങ്ങൾ എങ്ങനെ അത് എഫക്റ്റ് ചെയ്തു? കസ്റ്റമേഴ്സിന് എണ്ണം കുറയും അങ്ങനെ മറ്റു നമ്മളിപ്പോൾ ചോയ്സസിൽ ഗസ്റ്റിനെല്ലാം ബൾക്കുള്ള പ്രൊഡക്ഷനുള്ള ഐറ്റംസാണ് കൂടുതലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തായിട്ട് നോട്ടബിളായിട്ട് പറയുന്ന രീതിയിൽ നമ്മൾ ആക്കിയിട്ടില്ല. റെഗുലർ മെനു ഐറ്റംസിനെ ബൾക്ക് അടിച്ച് കൊടുത്തിട്ട് സെയിൽ നോക്കുന്നതാണ് ചെയ്യുന്നത്. ഇനി ഫർദർ അങ്ങോട്ട് ഒത്തിരി കാലങ്ങളിലേക്ക് മീൻസ് നാളുകളിലേക്ക് ഇത് നീണ്ടുപോവുകയാണെങ്കിൽ ഇത് മേ ബി ബിസിനസ്സിനെ കുറച്ചുകൂടി അത് ബാധിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഒന്നാമത് നോയമ്പും കാര്യങ്ങളായതുകൊണ്ട് ആൾറെഡി ബിസിനസ് ഇല്ല. ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ ഒരു കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഇങ്ങനെ വന്നുപെടുന്നത്. നമുക്ക് അത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇനി എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും എന്ന ചോദ്യമാണ് എല്ലായിടത്തു നിന്നും ഉയർന്നു വരുന്നത്. ക്യാമറമാൻ ജോൺസണോടൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.